dear friends, welcome to yet another session of Word of the Day. Yes. അപ്പോൾ വേർഡ് ഓഫ് ദ ഡേ എന്നുള്ള ഈ ഒരു സെഷനിൽ നമ്മൾ ഡെയിലി ഓരോ വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ. യെസ്. അപ്പോൾ ഇന്നും അതേപോലെ ഒരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ആ വേർഡ് ഏതാ, അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ള കാര്യം നോക്കാം. യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡ് ഈസി ആയ ഒരു വേർഡാണ് കോജൻറ്റ്. COGENT. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വേർഡ് ഇന്നത്തെ നമ്മുടെ താരം എന്ന് പറയുന്നത് കോജൻ്റ് ആണ്. അപ്പോൾ കോജൻ്റ് എന്നുള്ള ഈ ഒരു വേർഡ് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണെന്ന് ചോദിച്ചാൽ അതൊരു അഡ്ജക്റ്റീവാണ്. കോജൻ്റ് എന്നുള്ള ഈ ഒരു വേർഡ് ഒരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഒരു വേർഡ് അഡ്ജക്റ്റീവാന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിൽ വന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു വേർഡ് കമ്പാരബിൾ ആണോ അല്ലേ, കമ്പയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ വേർഡാണോ അല്ലെങ്കിൽ അല്ലാത്ത അല്ലെ എക്സെപ്ഷണൽ കേസസിലുള്ള വേർഡാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് നമുക്ക് കമ്പാരബിൾ ആയ ഒരു വേർഡാണ്. നമുക്ക് ഈ ഒരു വേർഡിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. ഒന്ന് പോസിറ്റീവ്, ഒന്ന് കമ്പാരിറ്റീവ്, ഒന്ന് സൂപ്പർലേറ്റീവ് അല്ലേ. മൂന്നാമത്തത് സൂപ്പർലേറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയുന്നത് കോജൻ്റ് തന്നെയാണ്. കമ്പാരിറ്റീവ് കിട്ടാൻ നമ്മൾ കോജൻറ്റിന് മുമ്പിൽ ഒരു മോർ ആഡ് ചെയ്ത് കൊടുത്താൽ അല്ലേ, കോജൻറ്റിൻ്റെ മുമ്പിൽ ഒരു മോർ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, കമ്പാരിറ്റീവ് കിട്ടും. അതേപോലെ സൂപ്പർലേറ്റീവ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, കോജൻറ്റിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു മോസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോജൻറ്റ് എന്നുള്ള വേർഡിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി കിട്ടും. ഇനി കോജൻ്റ് എന്നുള്ള ഈ ഒരു വേർഡിന് നൗൺ ഫോം ഉണ്ട്, ആഡ്വർബ് ഫോം ഉണ്ട്. നമുക്ക് നോക്കാം. കോജൻ്റ് എന്നുള്ള ഈ ഒരു വേർഡിൻ്റെ നൗൺ ഫോം എന്ന് പറയുന്നത് കോജൻസി ആണ്. കോജൻസി ആണ് ഇതിൻ്റെ നൗൺ ഫോം. യെസ്. അതേപോലെ ഇതിൻ്റെ ആഡ്വർബ് ഫോം എന്ന് പറയുന്നത് മിക്ക ആഡ്വർബും നമുക്കറിയാം ആഡ്ജക്റ്റീവിൻ്റെ ലാസ്റ്റ് നമ്മളൊരു LY ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മിക്ക ആഡ്ജക്റ്റീവ്സിൻ്റെയും ആഡ്വർബ് ഫോംസ് കിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു ആഡ്ജക്റ്റീവിൻ്റെ ആഡ്വർബ് ഫോം എന്താണ്, ലാസ്റ്റ് നമ്മൾ LY ആഡ് ചെയ്ത് കൊടുക്കും. അതായത് കോജെൻ്റ്ലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആഡ്വർബ് ഫോം കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ നൗൺ ഫോമിൻ്റെ മീനിങ് എന്താണ്, നമ്മൾ ഒരുപാട് സെഷൻസിൽ ഒരുപാട് വേർഡ് ഓഫ് ദി ഡേ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു ആഡ്ജക്റ്റീവിൽ നിന്ന് അതിൻ്റെ നൗൺ ഫോം നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ ആ നൗണിൻ്റെ മീനിങ് എന്തായിരിക്കും, ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് സോ ആൻഡ് സോ അഡ്ജക്റ്റീവ് അല്ലേ. അപ്പോൾ ഇവിടെ കോജൻസി എന്ന് പറയുമ്പോൾ എന്താണ്, ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് കോജൻറ്റിനെയാണ് നമ്മൾ കോജൻസി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് കോജൻറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മീനിങ് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതേപോലെ കോജെൻ്റ്ലി എന്ന് പറയുമ്പോൾ എന്താണ്, കോജെൻ്റ്ലി എന്ന് പറയുമ്പം ഇൻ എ കോജൻറ്റ് മാനർ. മനസ്സിലായല്ലോ. യെസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട അല്ലേ. അപ്പോൾ ഈ ഒരു അഡ്ജക്റ്റീവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, നൗൺ ഫോം, ആഡ്വർബ് ഫോമൊക്കെ മനസ്സിലായല്ലോ. യെസ്. അപ്പോൾ നമുക്കിനി ഈ വേർഡിൻ്റെ മീനിങ്ങിലേക്ക് വരാം. ഈ വേർഡിന് ഒരൊറ്റ മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ ഓഫ് ആൻ ആർഗ്യുമെൻറ്റ് ഓർ കേസ്, എന്തെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻ്റ്, ഒരു തർക്കം അല്ലെങ്കിൽ ഒരു കേസ്, എന്തെങ്കിലും ഒരു വിഷയം അല്ലേ, ഒരു ആർഗ്യുമെൻ്റ്, ഒരു തർക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ കോജൻ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യണേ. എന്ത് മീനിങ്ങിലാണ് യൂസ് ചെയ്യണതെന്ന് ചോദിച്ചാൽ ക്ലിയർ, ലോജിക്കൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആൻഡ് കൺവീൻസിങ്. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം ചെയ്തതിന് നമ്മളിപ്പോൾ കുറച്ച് റീസൺസ് ഉണ്ടാവും നമ്മൾ ആ കാര്യം ചെയ്തതിന്. അപ്പോൾ നമ്മൾ പറയണ ആ റീസൺസ് അല്ലെങ്കിൽ നമ്മളത് ചെയ്യാനുള്ള ആ കാരണം, വാലിഡായ കാരണം, കൺവീൻസിങ് എന്ന് പറഞ്ഞ ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ ഒരു കാര്യം അല്ലെ, ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണോ അവർ പറയണ കാരണം, അവരുടെ ന്യായങ്ങൾ നമുക്ക് ലെയിമായിട്ട് മുടന്ത ന്യായങ്ങളായിട്ടാണോ തോന്നണം, അതോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ, നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്ന കേൾക്കണ ആൾക്ക് ഓക്കെ അവർ പറയണത് സത്യ അല്ലെങ്കിൽ അവർ പറയണത് ശരിയാണ്, അങ്ങനെ പെർസുവേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും, കോജൻറ്റ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പം എന്താ പറയുക, നമ്മൾ പറയുമ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, ഇപ്പം മൈ ബോസ് എന്നുള്ള ആ സിനിമയിൽ ഹീറോയിനും അല്ലേ, ഹീറോയിനും ഒരു ഓഫീസറിനോട് ഇങ്ങനെ വന്നിട്ട് അവരിങ്ങനെ നാട്ടിലേക്ക് പോവുകയാണെന്നും അവരിങ്ങനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും ഉള്ളൊരു ഫേക്ക് സ്റ്റോറി അയാളുടെ മുമ്പിൽ അവർ പ്രസൻറ്റ് ചെയ്യും.
സോ ആദ്യം ഹീറോയിൻ കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പം അയാൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാവില്ല. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് ഹീറോ ഇങ്ങനെ പോവാണ്, അവരുടെ വീട്ടിലുള്ളവർ ഭയങ്കര ഓർത്തഡോക്സ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം അയാളത് കേട്ടിട്ട് അയാൾ പറയും, ഓ ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ നമുക്ക് ക്വൈറ്റ് കൺവീൻസിങ് ആണ്, അതായത് ഈ ഒരു കാര്യം കേൾക്കുമ്പം നമുക്കത് കേൾക്കണ ആൾക്കത് ഒരു വിശ്വാസം തോന്നുന്ന രീതിയിലുള്ള ഒരു കാര്യമാണെന്ന് അയാൾ പറയും. സോ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് കോജന്റ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം അത് ക്ലിയർ ആണ്, അല്ലെങ്കിൽ അതൊരു ലോജിക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കത് കേൾക്കുമ്പം യെസ് അത് ഒരു ന്യായമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം തോന്നണ പോലത്തെ ഒരു കാര്യമാണെങ്കിൽ ദർ വി ക്യാൻ യൂസ് ദ വേർഡ് കോജന്റ്. മനസ്സിലായല്ലോ? അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ, ആ ഒരു മൂവിയിലത്തെ ആ ഒരു സിറ്റുവേഷനിൽ യെസ് കാര്യം നമ്മുടെ ഓഫീസർ അവിടെ യൂസ് ചെയ്ത വേർഡ് കൺവീൻസിങ് ആണ്, ഈ ഒരു റീസൺ അല്ലെങ്കിൽ ഈ ഒരു കാര്യം കുറച്ച് കൺവീൻസിങ് ആണെന്നാണ് അയാൾ യൂസ് ചെയ്തതെങ്കിലും ദർ വി ക്യാൻ യൂസ് ദ വേർഡ് കോജന്റ്. കൺവീൻസിങ് എന്നുള്ള ആ വേർഡിന് പകരം വി ക്യാൻ യൂസ് ദ വേർഡ് കോജന്റ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഈ ഒരു വേർഡിൻ്റെ സിനണിംസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വേർഡിൻ്റെ സിനണിംസ് പറയുമ്പം എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കൺവീൻസിങ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം തോന്നണ പോലത്തെ രീതിയിലുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വാലിഡ് ആണ്, ഭയങ്കര ക്ലിയർ ആണ് എന്നൊക്കെ പറയണം, അത്തരം മീനിങ്ങിലുള്ള വേർഡ്സ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യണേ? കോജന്റ് എന്നുള്ള വേർഡിൻ്റെ സിനണിംസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്കൊരു വേർഡ് യൂസ് ചെയ്യാം, കൺവീൻസിങ് അല്ലേ? കൺവീൻസിങ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ലോജിക്കൽ എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്ട്രോങ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഭയങ്കര സ്ട്രോങ് ആയ റീസൺസ് ആണ്, ഭയങ്കര പവർഫുൾ ആയ റീസൺസ് ആണ്. പവർഫുൾ എന്നുള്ള വേർഡ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വാലിഡ് എന്നുള്ള വേർഡ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഭയങ്കര വാലിഡ് ആയ റീസൺസ് ആണ് എന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് പറയാം പ്ലോസിബിൾ. പ്ലോസിബിൾ എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പ്ലോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണബിൾ ആണ്, ഒരാൾ പറഞ്ഞ കാര്യം റീസണബിൾ ആണ്. സോ അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഏത് വേർഡ് യൂസ് ചെയ്യാം? റീസണബിൾ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അതൊരു ന്യായമായ ഒരു കാര്യമാണ്, ഒരാൾ പറയുന്ന റീസൺസ് ഒരു വാലിഡ് ആണ്, അല്ലെങ്കിൽ അതൊരു ന്യായമായ കാര്യമാണെന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ പ്ലോസിബിൾ, റീസണബിൾ എന്നുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യണം. സോ അത്തരം വേർഡ്സ് ഒക്കെ നമുക്ക് കോജന്റ് എന്നുള്ളതിൻ്റെ സിനണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് ലൂസിഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ലൂസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളൊരു കാര്യം ഭയങ്കര ക്ലിയർ ആയി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ലൂസിഡ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് റെലവൻറ്റ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. റെലവൻറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രസക്തമായ, അല്ലേ? റെലവൻറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രസക്തമായ എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ റെലവൻറ്റ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൊഹറൻറ്റ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. യെസ്, കൊഹറൻറ്റ് എന്ന് പറഞ്ഞാലും അതാണ്, കൊഹറൻറ്റ് എന്നുള്ളൊരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. യെസ്, കൊഹറൻറ്റ് എന്ന് പറയുമ്പോൾ വാലിഡ് ആയ, അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്നൊക്കെ ഉള്ളൊരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കൊഹറൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെയാണ് കോജന്റ് എന്നുള്ള വേർഡിൻ്റെ സിനണിംസ്. അപ്പോൾ കോജന്റ് എന്നുള്ള വേർഡിൻ്റെ ആൻറ്റണിംസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അൺകൺവീൻസിങ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അൺകൺവീൻസിങ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഇർറിലവൻറ്റ് എന്നുള്ള വേർഡ് വേണമെങ്കിൽ പറയാം. ഇർറിലവൻറ്റ് എന്നുള്ള വേർഡ് പറയാം. മഡിൽഡ് എന്നുള്ളൊരു വേർഡ് ഉണ്ട്, മഡിൽഡ്. യെസ്, മഡിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു അവസ്ഥ എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് മഡിൽഡ്. ഇനി വേഗ് എന്നൊരു വേർഡ് ഉണ്ട്, വേഗ് എന്നുള്ള വേർഡ് പറയാം. വേഗ് എന്ന് പറയുമ്പം യെസ് നമുക്ക് ഒരു വ്യക്തത ഇല്ലാത്ത, അല്ലെ ക്ലിയർ അല്ലാത്ത എന്നുള്ളൊരു മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് വേഗ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ കോജന്റ് എന്നുള്ള വേർഡിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേർഡ്സ് ഇതാണ്. അപ്പോൾ നമ്മൾ നൗണിൻ്റെയും ആഡ്വർബിൻ്റെയും മീനിങ് നമ്മൾ പറഞ്ഞില്ല. നൗണ് നമ്മൾ പറഞ്ഞു കോജൻസി ആണ്, അല്ലേ? കോജന്റ് എന്നുള്ള അഡ്ജക്റ്റീവിൻ്റെ നൗൺ ഫോം എന്താണ്? കോജൻസി ആണ്. എന്താണ് കോജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ലോജിക്കൽ ആണെങ്കിൽ, അല്ലേ, ആ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ലോജിക്കൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് കൺവീൻസിങ്ങിനെയാണ് നമ്മൾ ഏത് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണേ? കോജൻസി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കണേ.
ഇനി കോജെന്റ്ലി എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, ആ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുന്ന ഒരു കാര്യം കൺവീൻസിംഗ്ലി ആണ്, അല്ലെങ്കിൽ അത് ലോജിക്കലി എന്ന് പറയുന്ന അത്തരം മീനിങ്ങിൽ അല്ലേ, അങ്ങനെ ആ ഒരു ഇൻ എ കൺവീൻസിങ് മാനർ അല്ലെങ്കിൽ ഇൻ എ ലോജിക്കൽ മാനർ ആണ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യണതെങ്കിൽ യെസ്, അവിടെ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? കോജെന്റ്ലി എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഇനി കോജെന്റ് എന്നുള്ള ഈ ഒരു വേർഡിനെ വെച്ചിട്ട് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കുമ്പം നമുക്ക് പറയാം He produced cogent reasons for the change of policy. പോളിസിയിൽ ചേഞ്ചസ് വരുത്താനുള്ള അല്ലെങ്കിൽ ആ പോളിസിയിൽ മാറ്റം വരുത്തിയതിന് അയാൾ കോജന്റ് ആയ റീസൺസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾ വാലിഡ് ആയ റീസൺസ് പറഞ്ഞു, അല്ലെങ്കിൽ അയാളുടെ റീസൺസ് എന്തായിരുന്നു? ക്വൈറ്റ് കൺവീൻസിങ് ആയിരുന്നു. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വേർഡ് കോജന്റ് അല്ലേ. ഈസി ആയ ഒരു വേർഡാണ്. കോജന്റ് എന്നുള്ള വേർഡ് ഒരു അഡ്ജക്റ്റീവ് ആണ്. മോർ അഡ്ജക്റ്റീവ്, മോസ്റ്റ് അഡ്ജക്റ്റീവ് ആണ് അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രി. യെസ്. അതേപോലെ ആ വേർഡിൻ്റെ മീനിങ് നമ്മൾ കണ്ടു. അത് എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കര ക്ലിയർ ആണ്, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ലോജിക്കലാണ്, അതും അല്ലെങ്കിൽ കൺവീൻസിങ് ആണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും? കോജന്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അതിനെ വെച്ച് നമുക്ക് കുറച്ച് സിനണിംസും ആന്റണിംസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗൺ ഫോം ആണ് കോജൻസി, അതേപോലെ ആഡ്വർബ് ഫോം ആണ് കോജന്റ്ലി. നമ്മൾ എക്സാമ്പിൾ സെന്റൻസും കണ്ടു അല്ലേ. അപ്പം നമ്മൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വേർഡ് ഓഫ് ടുഡേ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഈസി ആയ ഒരു വേർഡാണ്. കുറേ സംഭവം നമുക്ക് അറിയാൻ പാടില്ലാത്ത വേർഡ്സ് എന്നൊന്നും ഇതിലധികം പറയാനില്ല. ഇപ്പം കൺവീൻസിങ് ആയാലും റെലവൻ്റ് ആയാലും ഇതൊക്കെ നമ്മൾ നമ്മുടെ വേർഡ് ഓഫ് ടുഡേ സെഷനിൽ തന്നെ അല്ലേ പല സെഷൻസിൽ നമ്മൾ ഇത്തരം വേർഡ്സ് ഒക്കെ നമ്മൾ കണ്ടുപോയിട്ടുള്ളതാണ്. യെസ്. അപ്പം എന്താ പറയുക, നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മളെ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടും ഉള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് എക്സാമിനേഷൻ്റെ സെഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ആയി. പക്ഷേ എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെഷൻസ് നമ്മൾ ഈ അടുത്താണ് സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. എന്നാലും എൻട്രൻസ് എക്സാമിനേഷൻ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസ് ആണ് നമ്മൾ ഈ ചാനലിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഈ സെഷൻസ് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യെസ്, പ്ലീസ് ഡു ഷെയർ ദ ലിങ്ക് ഓഫ് അവർ ചാനൽ ആൻഡ് അവർ വീഡിയോസിൽ. നമ്മുടെ വീഡിയോസിൻ്റെയും നമ്മുടെ ചാനലിൻ്റെയും ലിങ്കൊക്കെ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് എന്ത് സ്റ്റാൻഡേർഡിലാണോ നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും ഒരു സ്റ്റാൻഡേർഡിൽ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ ശ്രമിക്കുന്നത്. കുറേയൊക്കെ അതിന് പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ വന്ന് അത് ഷെയർ ചെയ്യാവുന്നതാണ്. യെസ്. അപ്പോൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ യെസ്, നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എൻ്റെ മനസ്സിൽ വേറെ കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, 1 by 1 ആയിട്ടല്ലേ നമുക്ക് ആദ്യം കുറച്ച് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ കഴിഞ്ഞോട്ടെ. കുറച്ച് പോർഷൻസ് നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. യെസ്. അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കേണ്ടതെങ്കിൽ യെസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അങ്ങനെ അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണിൽ നിങ്ങൾ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾക്ക് പറ്റണ പോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ യെസ്, നമുക്ക് ഉറപ്പാണ്, അതായത് അഷ്യൂർ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബാങ്ക് എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. യെസ്. അപ്പം നെക്സ്റ്റ് വേർഡ് ഓഫ് ദ ഡേസ്, ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നല്ലോ. യെസ്. അപ്പം നെക്സ്റ്റ് വേർഡ് ഓഫ് ദ ഡേ സെഷനിൽ നമുക്ക് വേറൊരു വേർഡും അതിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.